ഗൈസ്, അപ്പൊ നമ്മള് ഗ്രേഡിയന്റ് ഓഫ് എഫിന്റെ പ്രോപ്പർട്ടീസുകളും അതിന്റെ ഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഗ്രേഡ് എഫ് എന്നൊരു ക്വാണ്ടിറ്റി ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്കിനി നമ്മളുടെ ഒരു സർഫേസിന്റെ നമുക്ക് ഇട്ടിരിക്കുന്ന മൾട്ടി വേരിയബിൾ ഫംഗ്ഷന്റെ ആ ഗ്രാഫിന്റെ ടാൻജന്റ് സർഫേസുകളുടെയും ടാൻജന്റ് പ്ലെയിനൊക്കെ കുറിച്ചിട്ടുള്ള ഇക്വേഷനൊക്കെ ഫോം ചെയ്യാൻ എങ്ങനെയാണ് നമ്മളെ ഗ്രേഡ് എഫ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയിട്ട് ഉണ്ടായിരുന്നത് നമ്മളെ ഗ്രേഡ് എഫ് അറ്റ് എ പോയിന്റ് പി ഈസ് നോർമൽ ടു ദ ലെവൽ സർഫേസ് അറ്റ് എ പി. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫംഗ്ഷന്റെ ലെവൽ സർഫേസിന് അറ്റ് എ പോയിന്റ് പിയിലെ ഒരു ലെവൽ സർഫേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് ആ ലെവൽ സർഫേസിന് നോർമൽ ആയിരിക്കും എന്നായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി അല്ലെ. അപ്പം ഓക്കെ, ലെവൽ സർഫേസ് ഒക്കെ എന്താണെന്നുള്ളൊരു പോലെ നമ്മൾ ചർച്ച ചെയ്താണ്. ഓക്കെ, നമുക്ക് ലെവൽ സർഫേസ് എന്തായിരുന്നു നമ്മളിപ്പോ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺ 2 വേരിയബിളും 3 വേരിയബിളും ആണ് നമ്മൾ ജനറലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 വേരിയബിളിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡെൽ എഫ് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ലെവൽ കേർവിനായിരുന്നു അല്ലെ. 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ലെവൽ കേർവ് ആയിരുന്നു എന്തിന്, ഡെൽ എഫ് അറ്റ് എ പോയിന്റ് പിക്ക് പെർപെൻഡിക്കുലർ ഓർത്തോഗോണൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെവൽ കേർവ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലെവൽ സർഫേസും അതുപോലെ തന്നെ. ലെവൽ സർഫേസ് എന്തായിരുന്നു? ഓക്കെ, നമ്മൾ ലെവൽ സർഫേസ് പറയാ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷന്റെ കേസുകളിലാണ് നമ്മൾ എന്ത് പറയാ, ലെവൽ സർഫേസ് എന്ന് പറയാം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ 2 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഉണ്ട് അത് എക്സും വൈയും എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം. നമുക്ക് 3 കോർഡിനേറ്റ് വേണം അല്ലെ. എക്സിനും വൈക്കും വാല്യൂ കൃത്യമായിട്ട് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഫംഗ്ഷൻ തരും. അത് നമ്മൾ സെഡ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ 2 വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ 3D റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയല്ലേ? അപ്പോൾ സിമിലർലി നമുക്കൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിപെൻഡന്റ് വേരിയബിൾ അതിനുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 3 ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആണെങ്കിൽ നമുക്കത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവൽ സർഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നേ ചർച്ച ചെയ്താണ്. ലെവൽ സർഫേസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ എഫ് എന്ന് പറയുന്നത് എക്സ് വൈ സെറ്റ് 3 വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ലെവൽ സർഫേസ് അറ്റ് പി എന്ന് പറഞ്ഞ ലെവൽ സർഫേസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് സി എടുക്കും. അവിടെ വെച്ചിട്ട് നമുക്ക് അപ്പോൾ സി ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് 3D റെപ്രസെന്റ് ചെയ്യും. ഗ്രാഫിക്കലി 3D ആക്കാമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് വൈ സെറ്റിന്റെ ടേമിലുള്ള ഒരു ഇക്വേഷൻ ഈക്വൽ ടു സി നമുക്ക് ഇക്വേഷൻ കിട്ടും. ആ സി കോൺസ്റ്റന്റ് നമുക്ക് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നതിന് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമുക്ക് 3D അപ്പം 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രാഫ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 3D റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെവൽ സർഫേസ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ 3 വേരിയബിൾ ഫംഗ്ഷനെ ഗ്രാഫിക്കലി എളുപ്പത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽ സർഫേസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ സാധനം മനസ്സിലുണ്ടാവും. ഇനി നമ്മൾ കുറച്ച് പുതിയ ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതാണ് ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടാൻജന്റ്, അപ്പോൾ നമ്മൾ മുന്നേ ഒക്കെ നമ്മൾ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് 2 വേരിയബിളിന്റെ കേസ് പറയും, എന്നിട്ട് 3 വേരിയബിളിന്റെ കേസ് പറയും, എന്നിട്ട് അതിനെ ജനറലൈസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ 3 വേരിയബിളിന്റെ കേസ് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. ടാൻജന്റ് പ്ലെയിനും നോർമൽ ലൈൻസും ടു എ ലെവൽ സർഫേസ്. അപ്പൊ ലെവൽ സർഫേസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ സെറ്റ്, എഫ് എന്ന് പറയുന്നത് നമ്മളുടെ 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെവൽ സർഫേസ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു സി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ആ എഫ് ഓഫ് എക്സ് വൈ സെറ്റിന്റെ ലെവൽ സർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ 3D ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ ലെവൽ സർഫേസ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇനി നമുക്ക് എന്താണ് ടാൻജന്റ് പ്ലെയിനും നോർമൽ ലൈൻസ് എന്ന് പറയാം. ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻജന്റ് ലൈനിന് ടാൻജന്റ് എന്താ നമുക്കറിയാം അല്ലെ. നമ്മൾ 1 വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് 2D റെപ്രസെന്റ് ചെയ്യുമ്പോൾ സർക്കിളൊക്കെ ആ പോയിന്റിലൂടെ പോകുന്ന ടാൻജന്റിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്.
അപ്പോൾ ഇവിടെ 3 വേരിയബിൾ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സർഫേസ് ആയിരിക്കും, ഒന്നെങ്കിൽ ഒരു സ്ഫിയർ ഒക്കെ ആയിരിക്കും, അല്ല ആ ഫോമിൽ ഒരു സർഫേസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതിനൊരു ടാൻജന്റ് ലൈൻ പറയാണ്ട് അതിന്റെ ഒരു പോയിന്റിലൂടെ പോകുന്ന ഒരു ടാൻജന്റ് പ്ലെയിൻ ആണ്. അപ്പൊ നമ്മൾ 2 വേരിയബിളിന്റെ കേസിൽ ടാൻജന്റ് ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി നമ്മൾ ഒരു സർഫേസിന്റെ കേസിൽ ഒരു 3Dന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനമാണ് ടാൻജന്റ് പ്ലെയിൻ. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന, ആ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന അതിന്റെ ഒരു പ്ലെയിൻ, അതാണ് അതിന്റെ ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടാൻജന്റ് പ്ലെയിൻ അപ്പൊ നമ്മൾ എടുത്തൊരു പോയിന്റ്, അപ്പൊ നമ്മൾ അതിലൊരു എഫ് ഓഫ് എക്സ് വൈ സി എന്ന് പറഞ്ഞൊരു ഓക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ്. ഇതാണ് നമ്മളുടെ മൾട്ടി വേരിയബിൾ 3 വേരിയബിൾ ഫംഗ്ഷൻ. ഇതിന്റെ ലെവൽ സർഫേസ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു സി, ഈക്വൽസ് സി എന്ന് പറയുന്നതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3D നമ്മൾ എഫിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, മുന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഇതിന്റെ ലെവൽ സർഫേസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത്, ഈ എഫിന്റെ ഡെൽ എഫ് എന്ന് പറയുന്നത്. അതായത് ഗ്രേഡിയന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഡെൽ എഫ് 0 അല്ലാത്തൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഡെൽ എഫ് 0 ആയുള്ള പ്രശ്നം എന്താ, നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ മനസ്സിലാവും. കാരണം ഡിനോമിനേറ്ററിൽ നമ്മൾ ഡെൽ എഫ് എന്ന് പറഞ്ഞ ടൈമിനെ കൊണ്ടുവരും. അപ്പോൾ അത് 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷന് എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡെൽ എഫ് 0 അല്ലാത്ത കേസാണ് ഇവിടെ എടുക്കാം. The tangent plane at P is that plane through P. അപ്പൊ നമ്മുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിലൊരു പോയിന്റ് ആണ് P of x0 y0 z0. ഓക്കെ, നമ്മളെ എഫ് എന്ന ഫംഗ്ഷൻ അതിന്റെ ഗ്രാഫിക്കലുള്ള അതിന്റെ ലെവൽ സർഫേസ് നമ്മൾ എടുത്തു, അതാണ് എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസ് ഈക്വൽ ടു സി. അപ്പൊ നമുക്ക് ആ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫിക്കലി നമുക്ക് അതിനൊരു ഇമേജ് കിട്ടി. അതിന്റെ ഒരു പോയിന്റ് ആണ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, അതിലൊരു പോയിന്റ് ആണ് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ പി ആണ് നമ്മൾ അതിലൊരു പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന പ്ലെയിൻ, അതാണ് അതിന്റെ ടാൻജന്റ് ആയിട്ട് പോകുന്ന പ്ലെയിനാണ് നമ്മൾ ടാൻജന്റ് പ്ലെയിൻ പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, നമ്മുടെ സർഫേസിന് ലെവൽ സർഫേസിന് നോർമൽ ആയിരിക്കും നമ്മൾ ഡെൽ എഫ്. അപ്പൊ നമ്മൾ ആ പോയിന്റിൽ നമ്മൾ ആ നോർമൽ എടുക്കുന്ന എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, സോറി നമ്മൾ ആ ടാൻജന്റ് പ്ലെയിൻ എടുക്കുന്ന എങ്ങനെയാ ചോദിച്ചാൽ, നമ്മൾ ആ പിയിലൂടെ പോകുന്ന ടാൻജന്റ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ എഫിന്റെ ഗ്രേഡ് എഫ് എന്ന് പറയുന്നത് നമ്മളെ ടാൻജന്റ് പ്ലെയിന് നോർമൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ദ ടാൻജന്റ് പ്ലെയിൻ അറ്റ് പി ഈസ് ദാറ്റ് പ്ലെയിൻ ത്രൂ പി. അപ്പൊ നമ്മുടെ ഫംഗ്ഷനിൽ അറ്റ് പോയിന്റ് പിയിലുള്ള ടാൻജന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്ലെയിൻ ആണ്, അത് ആ പോയിന്റ് പിയിലൂടെ കടന്നു പോകണം. ആൻഡ് ഇറ്റ് ഈസ് നോർമൽ ടു ഡെൽ എഫ് ഇവാലുവേറ്റഡ് പി. ഓക്കെ, അപ്പോൾ ഗ്രേഡ് എഫ് അറ്റ് പിയിലെ പിന് നോർമൽ ആയിട്ടുള്ള നമ്മളെ ആ ലെവൽ സർഫേസിന് ഒരു ടാൻജന്റ് ആയിട്ട് നിൽക്കുന്ന പ്ലെയിൻ ആണ് നമ്മൾ ടാൻജന്റ് പ്ലെയിൻ ഓഫ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ലെവൽ സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് 3 വേരിയബിൾ ഫംഗ്ഷനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 3 വേരിയബിൾ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 4D വേണം അല്ലെ, 4 ഡയമെൻഷൻ ഗ്രാഫ് വേണം. അപ്പൊ നമുക്ക് പിക്ചറൈസേഷൻ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ 3D റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അതിന്റെ ലെവൽ സർഫേസ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ആ ലെവൽ സർഫേസിന് ടാൻജന്റ് ആയിട്ട് പോകുന്ന പ്ലെയിൻ ആണ്, അറ്റ് പിയിലൂടെ പോകുന്ന പ്ലെയിൻ ആണ് ടാൻജന്റ് പ്ലെയിൻ അറ്റ് പി എന്ന് പറയുന്നത്. ആ ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ആ എഫിന്റെ ഗ്രേഡിയന്റ് ഓഫ് എഫ് ആ പ്ലെയിന് നോർമൽ ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോ നമുക്ക് ഇതിന്റെ ഒരു പിക്ചറൈസേഷൻ നോക്കാം. ഓക്കെ, എന്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താവട്ടെ, ആ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ നമ്മൾ ലെവൽ സർഫേസ് എടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ആക്കി എഴുതി. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. എന്നിട്ട് എന്റെ ഈ എക്സ് വൈ സെറ്റ് എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് എന്റെ പി എന്ന് പറഞ്ഞ പോയിന്റ്. ആ സ്ഫിയറിലെ ഒരു പോയിന്റ് ആണല്ലോ. അപ്പോൾ ആ സ്ഫിയറിലൂടെ ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഈ പ്ലെയിൻ കണ്ടോ, ഇതിനെയാണ് നമ്മൾ ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. എന്നെന്താ ഈ പ്ലെയിന്റെ പ്രത്യേകത എന്താ കണ്ടോ, എന്തിന് നോർമൽ ആയിരിക്കും, നമ്മളെ ഗ്രേഡ് എഫിന് നോർമൽ ആയിട്ടാണ് നമ്മളെ പ്ലെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളെ പ്ലെയിനും ഗ്രേഡ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാൻജന്റ് പ്ലെയിനും ഗ്രേഡ് എഫും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം, ഈ ഒരു പിക്ചർ
ഒരു പിക്ചർ മനസ്സിലുണ്ടാവും. നമ്മളുടെ ഒരു ഫംഗ്ഷൻ, അതിന്റെ ഒരു പോയിന്റ് പി, ആ പിയിലൂടെ കടന്നു പോകുന്ന ഒരു ടാൻജന്റ് പ്ലെയിന്, ആ ടാൻജന്റ് പ്ലെയിൻ നമ്മുടെ ഗ്രേഡ് എഫിന് നോർമൽ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ഇതിന്റെ മീൻസ് എഴുത്ത് കുറച്ച് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പൊ നമ്മളെ കയ്യിൽ ടാൻജന്റ് പ്ലെയിൻ എന്താണെന്ന് കൺസെപ്റ്റ് കിട്ടി. അപ്പൊ നമ്മളെ കയ്യിൽ 3 വേരിയബിൾ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ ടാൻജന്റ് പ്ലെയിൻ ഉണ്ട്. നമ്മൾ ആ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നതെന്നാണ്, ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ആ പോയിന്റിലെ നമ്മളെ പ്ലെയിൻ, അപ്പൊ നമ്മൾ ആ പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ പ്ലെയിൻ എന്ന് പറയുന്ന ആ പ്ലെയിനിലെ 2 പോയിന്റ്, അപ്പൊ ഒന്ന് പിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് അതിലൊരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, ആ പി എന്ന പോയിന്റ് പ്രത്യേകത എന്താണ്? ആ പി എന്ന പോയിന്റ് ഏതിലും കൂടി പോയിന്റ് ആണ്, നമ്മളുടെ ലെവൽ സർഫേസിലും കൂടി ഉള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അതിന്റെ സെക്കൻഡ് പോയിന്റ് എന്ന് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് അതിന്റെ വേറൊരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമ്മൾ ക്യൂ എന്നും പി എന്നും പറഞ്ഞിട്ട് നമുക്ക് ടാൻജന്റ് പ്ലെയിനിലെ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പം ക്യൂ ഓഫ് എക്സ് വൈ സെറ്റ് എന്നും പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റ് പ്ലെയിനിലെ 2 പോയിന്റ് ആണ്. ആ പി എന്ന് പറയുന്നത് നമ്മളുടെ ലെവൽ സർഫേസിലുള്ള പോയിന്റ് ആണ്. ആ ലെവൽ സർഫേസിനും നമ്മളെ പ്ലെയിനും കൂടി കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് പി. അപ്പോ ഈ 2 പോയിന്റിന്റെ പൊസിഷൻ വെക്ടേഴ്സ് ആയിട്ട് ക്യൂവിൻ്റെ 6ഉം പിയുടേത് R0 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ടാൻജന്റ് പ്ലെയിനിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? അപ്പോൾ വെക്ടർ ഇക്വേഷൻ, അപ്പോൾ വെക്ടർ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഫംഗ്ഷന്റെ ലെവൽ സർഫേസ് ആണ് എടുത്തത്? എഫ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഡെൽ എഫ് കാണാം. അപ്പം ഗ്രേഡിയന്റ് ഓഫ് എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഗ്രേഡിയന്റ് ഓഫ് എഫ് കാണാം അറ്റ് എ പോയിന്റ് പി. ആ പി എന്ന പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് കാണാം. ആൻഡ് അതിന് ഇന്നറ്റ് പ്രൊഡക്റ്റ് ചെയ്യേണ്ട ഏതുകൊണ്ടാണ്? ആർ മൈനസ് ആറിനോട്. ഓക്കെ, ഇത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആർ മൈനസ് ആർ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ശ്രദ്ധിക്കാം. അപ്പൊ നമ്മളെ കയ്യിൽ നമ്മളിപ്പോ ഫോം ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, നമ്മുടെ സിലബസിലില്ല. ഇത് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ടാൻജന്റ് പ്ലെയിൻ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്വാണ്ടിറ്റികളുടെ ഇന്നറ്റ് പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ എന്താണ്? ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് പി നോട്ട്, അതായത് ഗ്രേഡിയന്റ് ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. അതിന് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക. എന്തിനോട്? ആർ മൈനസ് ആർ നോട്ട്. ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളുടെ ആ ടാൻജന്റ് പ്ലെയിനിലെ ഏതോ ഒരു പോയിന്റ്, ജനറൽ ഏതോ ഒരു പോയിന്റ്, അതിന്റെ പൊസിഷൻ വെക്ടർ ആയിരുന്നു ആർ മൈനസ് എന്താണ്? ആർ മൈനസ് ആർ നോട്ട് അല്ലെ. ആർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എന്ന പോയിന്റിന്റെ ആ ലെവൽ സർഫേസിനും നമ്മളുടെ ടാൻജന്റിനും, ആ ലെവൽ സർഫേസ്, ഈ ടാൻജന്റ് പ്ലെയിൻ കടന്നു പോകുന്ന പോയിന്റ് അല്ലെ, ആ ലെവൽ സർഫേസിൽ കടന്നു പോകുന്ന പോയിന്റ് ആയ പി നോട്ടിന്റെ വെക്ടർ, പൊസിഷൻ വെക്ടർ ആയിരുന്നു ആർ നോട്ട്. അപ്പോൾ ആർ മൈനസ് ആർ നോട്ട് ഈക്വൽ ടു 0, അതായത് ഡെൽ എഫ് ഡോട്ട് ആർ മൈനസ് ആർ നോട്ട് ഈക്വൽ ടു 0. അതാണ് നമ്മളുടെ ടാൻജന്റ് ഇക്വേഷൻ, ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്കൊരു ലെവൽ സർഫേസ് ഉണ്ട്, അതിന്റെ ഒരു ടാൻജന്റ് പ്ലെയിൻ പിയിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് പ്ലെയിൻ. അപ്പം അതിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ, അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നമുക്ക് ഇക്വേഷനിൽ എക്സും വൈയും സെറ്റും വേണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ക്യൂ എന്ന പോയിന്റ് എടുക്കുന്ന എക്സ് വൈ സെറ്റ് നമ്മൾ എക്സ് വൈ സെറ്റ് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് എക്സും വൈയും സെറ്റും ടേം ഇവിടെ ഉണ്ടാവും. ഇവിടെ ഡെൽ എഫ് അറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ക്വാണ്ടിറ്റി, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും വരിക. കാരണം ഗ്രേഡിയന്റ് ഓഫ് എഫ് ചെയ്ത് ഇവിടെ നമുക്കൊരു വെക്ടർ കിട്ടും. അതിന് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന അടുത്തതൊരു വെക്ടർ ആയിരിക്കും ആർ മൈനസ് ആർ നോട്ട്. ആർ നോട്ടിന് കൃത്യമായിട്ട് നമുക്ക് എന്തൊരു പൊസിഷൻ വെക്ടർ ഉണ്ടാവും, കാരണം പി എന്ന പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ നോട്ട് എന്ന് പറയുമ്പോൾ എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാം. അത് ഈ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
നമ്മളുടെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനൊന്ന് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഗ്രേഡ് എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു എന്ത് കിട്ടും, ഇവിടെ കിട്ടാൻ പോകുന്നത് ഒരു വെക്ടർ ആയിരിക്കും. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ് കോഡ് ഐന്റെ കോർഡിനേറ്റ് ആയി അല്ലെങ്കിൽ ഐന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുന്ന സംഖ്യകളും ഇതിന്റെ ഐയിലെ മൾട്ടിപ്ലൈ സംഖ്യകൾ മാത്രം ഇൻറ്റു ചെയ്താൽ മതി. കാരണം നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഐയും ഐയിലെയും കോർഡിനേറ്റുകൾ തമ്മിൽ എക്സിന്റെയും കോർഡിനേറ്റുകൾ മാത്രം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഐയും ജെയും വരുമ്പോൾ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ. അപ്പൊ ആ ബേസിക് സാധനങ്ങളൊക്കെ ഓർത്ത് വെക്കാം. അപ്പൊ ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് പ്ലെയിൻ, അതായത് നമ്മൾ ഈ ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ഏതിന്റെ പി എന്ന് പറഞ്ഞൊരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസിക്കൽ ടു സി, ഇവിടെ ഈക്വൽ ടു സി ഉണ്ട്, ഇതിന്റെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് അതുകൊണ്ടോ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസിക്കൽ ടു സി എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ഗ്രാഫിന്റെ ലെവൽ സർഫേസ്, അതിലെ പോയിന്റ് ആണ് പി. ആ പിയിലൂടെ കടന്നു പോകുന്ന ഒരു ടാൻജന്റ് പ്ലെയിൻ ഉണ്ട്. ആ ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കണം. അവിടെ ഒന്നും എന്താവരുത്, ഗ്രേഡിയന്റ് ഓഫ് എഫ് 0 ആവരുത്. അങ്ങനത്തെ ഫംഗ്ഷൻ മാത്രം നമുക്ക് ടാൻജന്റ് പ്ലെയിൻ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫംഗ്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് എഫ് എന്ന് പറയുന്ന ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ, അതിന്റെ ലെവൽ സർഫേസ്, ആ ലെവൽ സർഫേസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി. ആ ലെവൽ സർഫേസിലെ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. ആ പിയിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിവിടെ ഡെൽ എഫ് നമ്മൾ എഫ് എക്സ് ഐ പ്ലസ് എഫ് ജെ എഫ് ഐ ജെ പ്ലസ് എഫ് സെറ്റ് കെ എന്നായിരിക്കും ഉണ്ടാവുക. അതിന് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുന്നു ആർ മൈനസ് ആർ നോട്ട്. അപ്പൊ ആർ മൈനസ് ആർ നോട്ടിൽ ഐന്റെ എന്താ വരിക, എക്സ് മൈനസ് എക്സ് നോട്ട് ആയിരിക്കും അതിന്റെ ടൈം വരിക. ഐ മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരും. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഓപ്പറേഷൻ ഒക്കെ മൂവ് ഓൺ ചെയ്തിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് ആണ് ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഈ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റ് ഏതാണ്, നമ്മുടെ ലെവൽ സർഫേസും നമ്മുടെ ടാൻജന്റ് പ്ലെയിനും കൂടി ഏത് പോയിന്റിലൂടെയാണ് നമ്മൾ ആ ടാൻജന്റ് ലെവൽ സർഫേസിന്റെ ആ ടാൻജന്റ് പ്ലെയിൻ കടന്നു പോകുന്ന ആ പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. അത് നമുക്ക് തരും. അപ്പൊ നമ്മൾ എഫിന് ആദ്യം എക്സ് കൊണ്ട് എന്ത് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക. അറ്റ് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് നമ്മൾ അതിൽ കൊടുക്കുന്നു. ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഇൻറ്റു എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. എഫ് ഐ എന്ന് പറഞ്ഞാൽ എഫിനെ പാർഷ്യൽ ഡെറിവേറ്റ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക അല്ലെ, ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ എഫ് എന്ന ഫംഗ്ഷന്റെ ലെവൽ സർഫേസിലെ പി എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് എക്സ് അറ്റ് പി, അതായത് എഫിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക അറ്റ് എ പോയിന്റ് പി അല്ലെ. അപ്പൊ എഫ് എക്സ് അറ്റ് പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ അറ്റ് പി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു പി, എഫ് സെറ്റ് അറ്റ് പി. ഓക്കെ, പി എന്ന പോയിന്റ് ആണ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട്. ഓക്കെ, ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിൽ ഒരു എഫ് തന്നു, അതിന്റെ അറ്റ് സിന്റെ വാല്യൂ തരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ലെവൽ ഫംഗ്ഷന്റെ ലെവൽ സർഫേസ് പറയാം. അതിന്റെ ഒരു പോയിന്റ് തന്നു, ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് നോർമൽ ലൈൻ കാണണം. അപ്പൊ നോർമൽ ലൈൻ അല്ലെങ്കിൽ നോർമൽ ടു ദ സർഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലെവൽ സർഫേസ് കടന്നു പോകുന്ന പിക്ക് അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന നോർമൽ ആയിട്ടുള്ള ലൈൻ, അതിനാണ് ഇതിന്റെ നോർമൽ ലൈൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ പിക്ചറിൽ നമുക്ക് നോർമൽ ഇവിടെ ഈ ഒരു ഡെൽഎഫ് ഇല്ലേ, ഈ ലൈൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ നോർമൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ടാൻജന്റ് പ്ലെയിന് നോർമൽ ആയിട്ടുള്ള ലൈൻ അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ നോർമൽ ലൈൻ ഓഫ് എ ലെവൽ സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ ലൈൻ കിട്ടി. അപ്പൊ ഈ നോർമൽ ലൈൻ്റെ ഒരു ഇക്വേഷൻ കിട്ടാനുള്ളത്, അതിന്റെ പാരാമീറ്ററൈസേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ്. പാരാമീറ്ററൈസേഷൻ എക്സിനും വൈനും സെറ്റിനും വേറൊരു വേരിയബിളിലേക്ക് പാരാമീറ്ററൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടി ആണ് നമ്മുടെ പാരാമീറ്ററൈസേഷൻ. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി
y ഈസ് ഈക്വൽ ടു വൈന്റെ പാരാമീറ്ററൈസേഷൻ y0 എന്ന് പറഞ്ഞാൽ പിയിലെ y കോർഡിനേറ്റ് അല്ലേ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. അപ്പൊ y ഈസ് ഈക്വൽ ടു y0 പ്ലസ് fy at x0 y0 z0 into t, z ഈസ് ഈക്വൽ ടു z0 പ്ലസ് fz x0 y0 z0 into t. അപ്പൊ ഇതാണ് നമ്മൾ നോർമൽ ലൈനിന്റെ പാരാമീറ്ററൈസേഷൻ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഒന്നുമില്ല, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ മാത്രം ബുദ്ധിമുട്ടുള്ള ഇക്വേഷനുകളൊന്നുമല്ല. ഒറ്റൊന്നിന്റെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സിന് വരും വൈക്ക് വരും സെറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ എക്സിന്റെ വൈനും സെറ്റിന്റെ പാരാമീറ്ററൈസേഷൻ ഫോം കിട്ടുന്നേ ഉള്ളൂ. ഇതിന്റെ സിമെട്രി ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈസ് ഇക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് അറ്റ് എഫ് ഐ ഇന്റെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈസ് ഇക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ബൈ എഫ് സെഡ് ഇന്റെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്നാണ്. അപ്പൊ ചില കേസുകളിൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിന്റെ വാല്യൂ സീറോയിലേക്ക് പോകുന്നത് കാണാം. അങ്ങനത്തെ കേസുകളിൽ ഒന്നും വേണ്ട, ആ എഫ് ഐയോ എഫ് സെറ്റോ അവിടെ കാണണ്ട. അതിന് പകരം സെറ്റ് ഈസ് ഇക്വൽ ടു നമ്മൾ ആ വാല്യൂ ചെയ്ത് അത് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടി? നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പഠിച്ചു. ഒന്ന് എന്ത്? ടാൻജന്റ് പ്ലെയിന്റെയും ടാൻജന്റ് ഇക്വേഷൻ നോർമലിന്റെയും നമുക്ക് എന്ത് ഇക്വേഷൻസ് എങ്ങനെ ഉണ്ടാക്കാൻ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ആ ടാൻജന്റ് പ്ലെയിൻ കടന്നു പോകുന്ന പി എന്ന പോയിന്റ് തന്നു കഴിഞ്ഞാൽ, ആ എഫും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം? ആ ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം, ആ നോർമലിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെയാ വരുന്നത് നമുക്കൊന്ന് പ്രോബ്ലത്തിൽ നോക്കാം. നമുക്ക് കൺസിഡർ ദ സർഫേസ്, പ്രോബ്ലം 12 ആണ്. നമ്മുടെ സർഫേസ് എന്ന് പറയുന്നത് എക്സ് സെഡ് മൈനസ് വൈ സെഡ് ക്യൂബ് പ്ലസ് വൈ സെഡ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 2. അപ്പൊ നമുക്കൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ്? ലെവൽ സർഫേസ് ആണ്. കാരണം നമുക്ക് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടാണ്. ആ കോൺസ്റ്റന്റ് ഇവിടെ 2 ആണ്. അപ്പൊ നമുക്ക് ലെവൽ സർഫേസ് ആണ് കറക്റ്റ് ആയി തന്നിട്ടുള്ളത്, ആ ഫംഗ്ഷൻ അല്ല. ആ ഫംഗ്ഷന്റെ ലെവൽ സർഫേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ. അപ്പൊ ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സർഫേസ് അറ്റ് ദ പോയിന്റ്, ആ നമ്മുടെ നേരത്തെ എടുത്ത പി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റ് തന്നിട്ടുണ്ട്. എക്സ് നോട്ട് 2 ആണ്, വൈ നോട്ട് -1 ആണ്, സെഡ് നോട്ട് 1 ആണ്. അപ്പൊ ഒന്നും വേണ്ട, എഫ് തന്നിട്ടുണ്ട്, ആ പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഏത് ഇക്വേഷൻ ആണ്? ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ടാൻജന്റ് പ്ലെയിന്റെ ഇക്വേഷനിൽ ഇതാ എഫ് എക്സ് കാണാം, നമുക്ക് എഫ് അറിയാം. അപ്പൊ എഫ് എക്സ് കാണാൻ അറിയാം. അറ്റ് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ പോയിന്റുകളും നമുക്ക് ആ പ്രോബ്ലത്തിൽ തന്നെ തന്നു കഴിഞ്ഞു. Next is find the parametric equation, symmetry equation of the line that is normal to the surface at a point. അപ്പൊ സർഫേസിന് അതേ പോയിന്റ് 2Pയിൽ തന്നെ നോർമൽ ലൈൻ, നോർമലിന്റെ ഇക്വേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. അവിടെ നമുക്ക് അറിയേണ്ടത് എഫും അറിയണം. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് തന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ ഓപ്പറേഷനിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് പാരാമെട്രിക് ഇക്വേഷൻ ആണ്, ഇത് സിമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ടും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, പ്രോബ്ലം ഓക്കെ, പ്രോബ്ലം ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് കാണേണ്ടത് ആദ്യം ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ്. ആദ്യം നമുക്ക് അതിന്റെ ഡെൽ എഫ് കാണണം. അതിൽ എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും ഒക്കെ വേണമല്ലോ അല്ലെ. അപ്പൊ എഫിന്റെ എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും ഒക്കെ ഇവിടെ എഫ് എക്സ് എഫ് ഐ എഫ് സെറ്റ് ഒക്കെ അറ്റ് പോയിന്റ് പിയിൽ കാണണം. അപ്പൊ അത് കാണാണ്. അപ്പൊ നമ്മളെ കയ്യിൽ എഫ് ഉണ്ട്. ആ എഫ് എന്ന് പറയുന്നത് എക്സ് സെറ്റ് മൈനസ് വൈ സെറ്റ് ക്യൂ പ്ലസ് വൈ സെറ്റ് സ്ക്വയർ ആണ്. പി എന്ന് പോയിന്റ് 2-1 ആണ്. നമ്മളെ എഫ് എക്സ് അറ്റ് പി നോട്ട് പി പോയിന്റ് 2-1 ചെയ്യാണ്. അത് എഫിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അറ്റ് പോയിന്റ് 2-1 കൊടുക്കുന്നു. അപ്പൊ എഫ് എക്സ് എന്നുള്ള വാല്യൂ 1 വരുന്നു. എഫ് ഐ അതുപോലെ തന്നെ കാണുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നു. 2-1 എന്ന പോയിന്റ് കൊടുക്കുന്നു, നമുക്ക് 0 വരുന്നു. എഫ് സെറ്റ് അതുപോലെ തന്നെ കാണുന്നു, നമുക്ക് 3 വരുന്നു. അപ്പൊ നമുക്ക് അതിൽ എന്ത് കാണാം? ഡെൽ എഫ് കാണാം. ഡെൽ എഫ് കാണുന്നത് എന്തായിരുന്നു? എഫ് എക്സ് അറ്റ് പി ഐ പ്ലസ് എഫ് ഐ അറ്റ് പി ജെ പ്ലസ് എഫ് സെറ്റ് അറ്റ് ജെ പി കെ ആയിരുന്നു വരിക. അപ്പൊ നമുക്ക് എന്താ എഫ് എക്സ് അറ്റ് പി 1 ആണ്. 1 ഐ പ്ലസ് എഫ് ഐന്റെ 0J ആണ് വരിക. അപ്പൊ 0J വേണ്ട, 0 ആയി പോയല്ലോ. പിന്നെ ഈക്വൽ 3K, അത് നമ്മൾ ഡെൽ എഫ് കിട്ടി. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്രാഡ് എഫ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് നമ്മൾ ടാൻജന്റ് പ്ലെയിൻ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡെൽ എഫ് അറ്റ് 2-1 കിട്ടിയത് ഐ പ്ലസ് 3K ആണ്. അത് നമുക്ക് നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ മതി അല്ലേ. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് പ്ലെയിൻ ആയിരുന്നു. അത് എഫ് എക്സ് അറ്റ് 2-1 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലെ. നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു? എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എക്സ് നോട്ട് 2 ആണ്, വൈ നോട്ട് -1 ആണ്, സെഡ് നോട്ട് 1 ആണ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഇനി എക്സ് മൈനസ് എക്സ് നോട്ട് ഈ പോയിന്റിലെ ഫസ്റ്റ് അല്ലെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കണം. പ്ലസ് എഫ് ഐ അറ്റ് പി വൈ മൈനസ് എന്താണ് വൈ നോട്ട് ആണ്, അവിടെ -1 കൊടുക്കുന്നു. ഓക്കെ, ആ ഇക്വേഷൻ എന്താണോ വേണ്ടത് അവർക്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞത് അവിടെ കൊടുക്കുന്നു. എഫ് എക്സ് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്, എഫ് ഐ 0 ആണ്. അപ്പൊ ഈ സാധനം മൊത്തം 0 ആയിപ്പോയി. ഇവിടെ എഫ് സെറ്റ് എന്നുള്ള നമുക്ക് 3 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ.
അത് നമ്മൾ അവിടെ കൊടുക്കുന്നു 1 into x minus 2 plus 0 into y plus 1 plus 3 into z minus 1 is equal to 0. അപ്പൊ നമ്മുടെ x plus 3z is equal to 5 നമ്മളത് സോൾവ് ചെയ്താൽ കിട്ടുന്നത്. അതാണ് നമ്മളുടെ നമ്മുടെ ലെവൽ സർഫേസിന്റെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ നോർമൽ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ ഇക്വേഷൻ അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഡെൽ എഫ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഡിസിക്കൽ 2 എന്ന് പറഞ്ഞതിന്റെ നോർമൽ ആയിട്ടുള്ള ആ നോർമൽ ആണ് നമുക്ക് കാണേണ്ട. അതിന്റെ ഇക്വേഷൻ പാരാമെട്രൈസേഷൻ ആയിരുന്നു. പാരാമെട്രൈസേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു ടി. അതായിരുന്നു നമ്മളുടെ എന്ത് പാരാമെട്രൈസേഷൻ. അതിൽ എക്സ് നോട്ട് 2 ആണ്, എഫ് എക്സ് സെറ്റ് നമ്മുടെ പോയിന്റ് കാണുന്നത് 2 -1 പോയിന്റിലാണ് ഇൻറ്റു ടി. അപ്പൊ അത് ചെയ്താൽ എക്സ് ഈസിക്കൽ ടു 2 + t ആണ് പാരാമെട്രൈസേഷൻ. വൈയിൽ അതുപോലെ തന്നെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ y ഈസിക്കൽ ടു -1 ആയിരിക്കും നമ്മളുടെ പാരാമെട്രൈസേഷൻ. സെറ്റ് ഈസിക്കൽ 1 + 3t നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിമെട്രി ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ എന്തായിരുന്നു, എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എഫ് എക്സ് പോയിന്റ് ബൈ ഈസിക്കൽ ടു സെറ്റ് -1 3. അപ്പൊ നമ്മൾ വൈന്റെ കേസ് ഇവിടെ എന്താ എടുക്കാത്ത വെച്ച് കഴിഞ്ഞാൽ y മൈനസ് വൈ നോട്ട് ബൈ എഫ് വൈ ആയിരുന്നു കാണേണ്ട. എഫ് ഐ അറ്റ് എ പോയിന്റ് നമുക്ക് 0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എക്സിന്റെയും സെറ്റിന്റെ ഇക്വേഷൻ അതുപോലെ കൊടുക്കുന്നു. y ഈസിക്കൽ ടു -1 നമ്മൾ കൊടുക്കുന്നേ കാരണം നമ്മൾ ആ പാരാമെട്രൈസേഷനിലെ ഇക്വേഷൻ തന്നെ അവിടെ എഴുതിയാൽ മതി. എന്ത് സിമെട്രി ഇക്വേഷൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഇക്വേഷനിൽ വേണ്ട ഓപ്പറേഷൻസ് ചെയ്യാം, ആ പോയിന്റ് കൊടുക്കുക. ഓക്കെ, അത്ര അതിൽ ചെയ്യുന്നുള്ളൂ. ഡൗട്ട് ഉണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സാധാരണ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ആദ്യം 2 വേരിയബിൾ കേസ് പറയും, എന്നിട്ട് അതിന്റെ 3 വേരിയബിൾ പറഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ ജനറലൈസേഷൻ കേസ് പറയാറാണ് പൊതുവെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം 3 വേരിയബിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ 2 വേരിയബിളിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ലെവൽ സർഫേസിനാണ് ഈ ടാൻജന്റ് പ്ലെയിൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസിക്കൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു 3D ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെവൽ സർഫേസ് എടുക്കുന്നതിന് പകരം നമ്മൾ ആ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഈസിക്കൽ ടു 0 സി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ സർഫേസ് എടുക്കുക. 2 വേരിയബിളിന്റെ കേസ് നമ്മൾ ആ സി കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് സെറ്റ് ഈസിക്കൽ എഫ് ഓഫ് എക്സ് വൈക്ക് എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെറ്റ് ഈസിക്കൽ 0, സി എന്നുള്ള എപ്പോഴും 0 ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ പി എന്നൊരു പോയിന്റ്, അതിലൂടെ കടന്നു പോകുന്ന ടാൻജന്റ് പ്ലെയിന് അത് ഡെൽ എഫിന് പെർപെൻഡിക്കുലർ നോർമൽ ആയിരിക്കും. ആ ഡെൽ എഫ് അതുപോലെ ആ പോയിന്റ് കൂടെ തന്നെയുള്ള നോർമലിനെ നോർമൽ ലൈൻ എന്നും പറയും. അപ്പൊ ഒന്നുമില്ല, നേരത്തെ സീന്റെ കേസ് നമുക്ക് നമുക്ക് ലെവൽ സർഫേസ് കറക്റ്റ് ആയി തരും, ആ സി വാല്യൂക്ക് തരുമായിരുന്നു. 2 വേരിയബിളിന്റെ കേസിൽ ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 3D പിക്ചർ വരയ്ക്കാമല്ലോ നമുക്ക് 2 വേരിയബിളിന്റെ കേസിൽ. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെറ്റ് ഈസിക്കൽ ടു 0 അതായിരിക്കും നമ്മുടെ ലെവൽ സർഫേസ് എന്ന് മനസ്സിലാക്കാം. എന്നിട്ടായിരിക്കും നമ്മളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഒരു പ്രോബ്ലം എന്താ, ഫൈൻഡ് an equation for the tangent plane and parametric equation for normal line. അപ്പോൾ ടാൻജന്റ് പ്ലെയിന്റെയും കാണണം, നോർമൽ ലൈൻ്റെ ഇക്വേഷൻ കാണാം. ഇക്വേഷൻ നമുക്ക് മുന്നേ തന്നിട്ടുണ്ട്. സർഫേസ് സെറ്റ് ഈസിക്കൽ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അറ്റ് എ പോയിന്റ് 1 0 0 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെറ്റ് ഈസിക്കൽ 0 എന്നുള്ളതായിട്ട് നമ്മൾ ലെവൽ സർഫേസ് എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സെറ്റ് മൈനസ് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഈ ടാൻജന്റ് പ്ലെയിൻ്റെ കാണാൻ വേണ്ടി എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും അറ്റ് പോയിന്റ് ഏതാ 1 0 0 എഫ് എക്സ് കാണാം. അപ്പൊ ആദ്യം എഫിന് വിത്ത് റെസ്പെക്ട് എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യാം. 1 0 0 എന്ന പോയിന്റ് കൊടുക്കാം, നമുക്ക് 2 എന്ന് കിട്ടും. സിമിലർലി എഫ് ഐ കാണാം അറ്റ് പോയിന്റ് 1 0 0. നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് വൈയില് ഡെറിവേറ്റ് ചെയ്തിട്ട്, ഞാൻ ഇതൊന്നും ചെയ്ത് നോക്കുന്നില്ല, എന്റെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഇതൊക്കെ ചെയ്ത് ശരിയാണെന്നുള്ള ഒരു ബോധത്തോടെയാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം പോക്കണ്ട എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ മേഖലയിലേക്കൊന്നും ഞാൻ പോകാത്തത്. എങ്ങനെയാണ് വന്നതെന്നൊക്കെ പറയാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാൻ നമുക്കറിയാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൂളുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പോയിന്റ് കൊടുക്കാം. ഇപ്പൊ എഫ് ഐ ഇവിടെ 0 കിട്ടും അറ്റ് പോയിന്റ് 1 0 0. അതുപോലെ എഫ് സെറ്റ് അറ്റ് പോയിന്റ് 1 0 0 എന്നുള്ളത് -1 കിട്ടി. നമുക്ക് ഇനി ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ കാണാനൊന്നുമില്ല. എന്തായിരുന്നു, എഫ് എക്സ് അറ്റ് പോയിന്റ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഇവിടെ എക്സ് നോട്ട് 1 ആണ്. ഇവിടേക്ക് ബാക്കി വൈ നോട്ട് 0 സെറ്റ് നോട്ട് 0 എഫ് ഐയും എഫ് സെറ്റ് അറ്റ് പോയിന്റ് കാണാം. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്ത അപ്പം 2x മൈനസ് സെറ്റ് മൈനസ് 2 ഈസിക്കൽ 0. അതാണ് നമ്മളുടെ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ.
സിമിലർലി നമുക്ക് നോർമൽ ലൈൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് പോയിന്റ് ഇൻറ്റു ടി ആയിരുന്നു. ഇവിടെ എക്സ് നോട്ട് 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് എഫ് എക്സ് അറ്റ് 100 ഇൻറ്റു ടി. വൈ അതുപോലെ തന്നെ വൈ ഈസ് ഈക്വൽ ടു 0 പ്ലസ് എഫ് ഐ ഇൻറ്റു 100 ഇൻറ്റു ടി. സെറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് എഫ് സെറ്റ് ഇൻറ്റു 100 ഇൻറ്റു ടി. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ കണ്ടെത്തിയാണ് അവിടെ കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2t, വൈ ഈസ് ഈക്വൽ ടു 0, സെറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടി. ഇതാണ് നമ്മുടെ നോർമൽ ലൈൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടാൻജന്റ് ലൈൻ ഇക്വേഷൻ, എന്താണ് നോർമൽ ലൈൻ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അവിടെ വേണ്ട പി എന്ന പോയിന്റും എഫ് ആണ് വേണ്ടത്. പിന്നെ എഫ് എക്സും എഫ് ഐ ഒക്കെ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സിമിലർലി പ്രോബ്ലം 30 ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. അറ്റ് എ പോയിന്റ് 2 ആണ്. അപ്പൊ പി എന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ടാൻജന്റ് പ്ലെയിന്റെയും പിന്നെ അതുപോലെ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ നോർമൽ ലൈൻ. ടാൻജന്റ് പ്ലെയിൻ്റെ ഇക്വേഷനും നോർമൽ ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് എ പോയിന്റിലെ എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും കണ്ടു. ആ പോയിന്റ് 2 ഒക്കെ സെയിം പ്രൊസീജിയർ ആണ്, ഒരു മാറ്റം പോലും ഇല്ല. അതുകൊണ്ടാണ് സ്പീഡ് പറയുന്നത്. എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും നമ്മൾ കാണുന്നു, അറ്റ് എ പോയിന്റ് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 4ഉം 4 -1 വരുന്നു. എന്നിട്ട് നമ്മൾ ഇക്വേഷന് വേണ്ട സാധനങ്ങളൊക്കെ എഫ് എക്സ് അറ്റ് 2 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇക്വേഷനുള്ള പോലെ തന്നെ എഫ് എക്സും എഫ് ഐയും എഫ് സെറ്റും കാണാൻ അറ്റ പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. 4 4 -1 എന്ന് എക്സ് മൈനസ് 2. എന്നിട്ട് നമുക്ക് തന്നെ ഇക്വേഷൻ ചെയ്യാം. ഇക്വേഷൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും 4x + 4y - z - 8 = 0. അപ്പോൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യുക. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൽ ഇക്വേഷന് ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മാർക്കേ പോവുള്ളൂ. നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളും മെത്തേഡൊക്കെ ശരിയാണെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുമ്പോഴും എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ പറഞ്ഞിട്ട് പോലെ എക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എഫ് എക്സ് അറ്റ് പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു ടി അല്ലേ. പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്, പോയിന്റ് കൊടുക്കുക. അപ്പൊ 2 പ്ലസ് 4t വരും. വൈ ഈസ് ഈക്വൽ ടു 1 + 4t വരും. സെഡ് ഈസ് ഈക്വൽ ടു 4 - 4t വരും. നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സപ്ലിമെന്ററി പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു മെത്തേഡിലൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒന്ന് ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റൂളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. മറ്റേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. എന്നിട്ട് കൃത്യമായി ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. നമുക്ക് ഈ ടാൻജന്റ് പ്ലെയിൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നോർമൽ ലൈൻ എന്താണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടാൻജന്റ് പ്ലെയിൻ, എന്താണ് നോർമൽ ലൈൻ ഒന്നും ആരും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ പ്രോബ്ലം ആയിരിക്കും. നമുക്കൊരു എഫ് തരും. 3 വേരിയബിൾ ആണെങ്കിൽ എഫിന്റെ ലെവൽ സർഫേസ് ആയിരിക്കും തരിക. അതിന്റെ അറ്റേ പോയിന്റ് തരും. അപ്പൊ നമുക്ക് ആ ലെവൽ ഫംഗ്ഷന്റെ ഇക്വേഷനും ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നോർമൽ ലൈനിന്റെയും ടാൻജന്റ് പ്ലെയിന്റെയും ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. അത് ചെയ്താൽ മതി. 2 വേരിയബിളിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് എന്താ മതി, ഡയറക്റ്റ് ആ ഫംഗ്ഷനെ തന്നെ ലെവൽ സർഫേസ് ആക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് വൈ സെറ്റ് മൈനസ് സെറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് =0 c =0 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് തന്ന ഫംഗ്ഷന്റെ ഇക്വേഷൻ മാറ്റിയിട്ട് അതിന്റെ ലെവൽ സർഫേസ് ആയിട്ട് എടുത്തിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേരത്തെ വലിയ വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി അടുത്തൊരു വെക്ടർ ഫീൽഡിന്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളും കൂടി തീർക്കാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എന്തായാലും താങ്ക് യു.